എന്റെ ചേട്ടാ നമ്മളിത് എങ്ങോട്ടാ പോണ? വെയിലുകൊണ്ട് മതിയായി, കുറെ നേരം ആയില്ല. സസ്പെൻസ് കളയാതൊന്ന് പറയോ? എന്റെ സുരേഷ് നടങ്ങ്. നമ്മൾ പാട്ട് ഗ്രാമത്തിലേക്ക് ഒരു സ്റ്റഡി ടൂർ പോവല്ലേ? അതിന് ഈ ഗാലാൻഡി പോയ പോലെ. ഞങ്ങൾ എറണാകുളത്ത് സമ്മേളനത്തിന് മുമ്പ് അവിടെ തന്നെയായിരുന്നു. എന്ത് രസോ ബാബുരാജേ, ഇവര് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. തെറിച്ചു പോയാനിപ്പ. ഹെൽമെറ്റ് എടുത്താ മതിയായിരുന്നു. എന്ത് പൊടിയാ. ഇറങ്ങാം. ഞങ്ങളുടെ കൊച്ചിന്റെ കളിപ്പാട്ടം ഇതിലുണ്ട്. ഇതാണോ പാർട്ടി ഗ്രാമം? അല്ല, ചോദ്യങ്ങളാണ് ഓരോ വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. സംശയം അത് നല്ലതാ, അതൊരു നല്ല പാർട്ടിപ്പെടുത്തുന്ന ലക്ഷണമാണ്. പക്ഷെ ചോദിക്കുമ്പോൾ സമയവും കാലവും ആളും തരവും നോക്കണം. പിന്നെ പാർട്ടി ഗ്രാമത്തിലേക്ക് കുറച്ചുകൂടെ അവിടോട്ട് ഈ വണ്ടി പോകാഞ്ഞിട്ടല്ല. ഈ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങിയാൽ അണികൾ ചിന്തിച്ചു തുടങ്ങും നമ്മൾ ബൂർഷ്വാ ലൈനാണോ എന്ന്. അങ്ങനെ അവർ ചിന്തിക്കാൻ പാടില്ല. അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നോ അന്ന് കട്ടയം പുടവാണ്. അത് ശരിയാ, ബംഗാളിലും ത്രിപുരയിലൊക്കെ അവര് ചിന്തിച്ചതിന്റെ കണ്ടത്. ഇപ്പോഴും ഒരു വലതുപക്ഷ കൈവശം അകത്ത് കിടപ്പുണ്ട് അല്ലേ? പേടിക്കണ്ട, അതെല്ലാം കക്കി വെളിയെടുക്കുന്ന മന്ത്രവാദിക്കോട്ടാ പോകുന്നത്. അല്ല, വണ്ടി വന്നില്ലേ? നവാഗതർ വരൂ. തിരിച്ചോളൂ. സൈഡ് സീറ്റ് ഞാൻ വണ്ടി കൊണ്ട് തണത്തിടണം. കാശ് മുടക്ക് എനിക്കാ, വിളിച്ചോളാം. അപ്പൊ വന്നാ മതി കിട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ ഇത്രയും വലിയ വീടാ. ഇയാളെ നാക്കിനൊരു റെസ്റ്റ് ഇല്ലല്ലോ. എപ്പോ തുടങ്ങിയതാണ് ബഹളം? കണ്ട തുറന്നു കിടക്കുക. ഓപ്പൺ യൂണിവേഴ്സിറ്റിയാ. എത്തിയോ? ഇങ്ങോട്ട് കേറിയോ? വലത് കാലം വെച്ച് ചെരുപ്പ് തോന്നും. കയറുവാ. അതെ, അയാൾക്ക് പറഞ്ഞു മാറിപ്പോയതാ. നമ്മളിപ്പോ ലെഫ്റ്റാ. ഇടത് കാലിൽ ചേറ്. ഇടത് വലത് കാലിന്റെ ഇപ്പുറത്ത് രണ്ട് കാലിലുള്ളൂ. അതെ ദൈവമേ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. സർ, ലാൽ സലാം. സുരേഷേ, ഇവരെയൊക്കെ അറിയാമോ? ഈ ആദ്യം ഇരിക്കുന്നത് സഖാവ് പി കൃഷ്ണപിള്ള, രണ്ടാമത് പാട്യം ഗോപാലൻ, മൂന്നാമത് ചടയം ഗോവിന്ദൻ. അപ്പൊ നമ്മുടെ പാർട്ടിയില് ജി ഇല്ലാലേ? ഉണ്ടല്ലോ, ഒരേ ഒരു ജി ഉള്ളൂ. AKG. ഞങ്ങളുടെ പഴയ പാർട്ടിയില് എല്ലാം ജിയാ. ചാണ്ടിജി, രമേശ് ജി, ഞാൻജി, മോൻജി. സഖാവേ, ഇതാണ് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, നമ്മുടെ പാർട്ടിയുടെ ട്രെയിനിയാ. ഇനിയുള്ള 2 ആഴ്ച ഇൻസെന്റീവ് അല്ല, കഠിനമായ കോച്ചിങ് ആയിരിക്കും. അല്ലേ? അപ്പോ രാഹുകാലം കഴിച്ചതിക്ക് ഈ 2 പേരെയും അങ്ങയുടെ കരാള ഹസ്തങ്ങളിലേക്ക് ഏൽപ്പിക്കാം. രാഹുകാലം കരാളഹസ്തം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു സ്റ്റഡി ക്ലാസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അല്ല ശരി, മാസ്റ്റർ പാഠം അല്ല പഠിപ്പിച്ചു. ഞങ്ങൾ അറിയട്ടെ. എന്താ? ലാൽ സലാം. ലാൽ സലാം. ചുമ്മാ പഠിക്കൂ. അല്ല, ഞാനില്ല. ഞങ്ങള് നിങ്ങളിരിക്കി. ഗോവലയുടെ ചായക്ക് മധുരം ഇട്ടിട്ടില്ല കേട്ടോ. എന്നാലും അവനീ ചെയ്ത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. ഞാനിനി മഹാത്മാക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് അച്ഛനെന്തിനാ കാണിക്കുന്നേ? സീറ്റ് വേണം, എന്നെ തോൽപ്പിക്കണം, അതിനുള്ള പോക്കാ. ചായ കുടിക്കാൻ പോലും മനസ്സ് വരുന്നില്ല. നെഞ്ചിനകത്ത് എന്തോ ഒരു ഭാരം. അത്ര ഭാരമൊന്നും കേട്ടണ്ട. നമ്മൾ എന്തൊക്കെ കണ്ടതാ. കാറ് കച്ചവടം, വിസ കച്ചവടം, ആക്രി കച്ചവടം, അതുപോലെ അവന്റെ അടുത്ത നാടകം കമ്മ്യൂണിസം. സിലബസ് ആദ്യം താഴേന്ന് തുടങ്ങാം. ആദ്യം ലുക്ക് സെറ്റായാൽ പകുതി സെറ്റായി. സുരേഷ് വാ. എന്റെ ലുക്ക് ഓക്കെ അല്ലേ? മുണ്ടഴിച്ചേ. അഴിച്ചോ. അയ്യേ, എന്താ ഇതിവിടെ പറ്റില്ല. കാക്കി പോയിരുന്നോ? ഞാൻ ഡെമോ കാണിച്ചു തരാം. എന്നെ ശ്രദ്ധിക്കൂ. കണ്ട UDP-ക്കാരെല്ലാവരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത്. ഓ, നമ്മുടെ പാട്ടിൽ അങ്ങനെയല്ല. കര
കൃത്യം നടുക്ക് വരണം. നടുക്ക്. ശരിയാവോ? ശീലമായിക്കോളും. നീങ്ങ വന്നേ. ഞാനാ നിക്കറില്ലേ പാർട്ടിയിലെ അണികളെ പോലെ അനുസരണയോടെ വരിവരിയായി നിർത്തണം മുടിയിഴകളെ. ഇപ്പൊ ഇപ്പഴും വരുന്ന കണ്ടോ? അപ്പൊ ശരിക്കും കോമറേഡ് മിന്നലാവും. അയ്യോ, എനിക്കും കെ പിക്കൊക്കെ ഒരു ചങ്കുള്ളൂ. അത് കുഴപ്പമാവൂ? പറയാം. അത് ശരിയല്ലോ. കുഴപ്പമാവോ? രാധൻ അവിടെ പോയിരിക്കും. നിലപാടിൽ അടിയുറച്ച്, പതറാതെ കുതറാതെ കരളുറച്ച് നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും. ഷർട്ട് ഫുൾ കൈ ആണെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കണം കൈയുടെ മടക്ക്. ബീഡിയോ തീപ്പെട്ടിയോ തുളസിയോ ശംഭുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ. അത് കറക്റ്റാ. പക്ഷെ സഖാവ് സാർ എന്താണ് ഫ്രീക്കനായിട്ട് എടുക്കുന്നത്? താത്വികാചാര്യന്മാർക്ക് എന്തുമാവാമല്ലോ. എഴുതിക്കോ. കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർധനയ്ക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം. അത് UDP-യുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ്. അതാണ് അല്ലേ? മറ്റൊരു സുദിനം കൂടിയാണെന്ന്. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി 2,25,301 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. എവിടെ ചെയ്യാത്ത മുമ്പെങ്ങന്നേ എല്ലാരും ചെയ്തു. നിക്ക് അഴകുമിഴി യോജനപ്പെടുത്തിയേ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി? വെക്ക് വെച്ചു, എല്ലാരും വെച്ചു. അപ്പോ നിങ്ങളിത് ഫിനിഷ് ചെയ്തോ. എനിക്കൊരു കലങ്ക് തുറന്നു കൊടുക്കാനുണ്ട്. അതെ, ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നൊക്കെ കൊള്ളാം. 3 മണിയാകുമ്പോ സന്ധ്യ എന്ന് പറഞ്ഞ് പോയി കളയരുത്. അല്ലെങ്കിലേ തൊഴിലുറപ്പെന്നാണ് പഞ്ചായത്തിൽ പരാതി. ഈ ചിരിയുടെ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ. ഇതെന്താ വഴിതടയൽ സമരോ? ഹരിറാവ് ചൗധരിയെ മണിയടിച്ചെന്റെ സീറ്റ് കളഞ്ഞതിനുള്ള പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. താൻ പാർട്ടിക്ക് കൊള്ളാത്തവരാണെന്ന് പാർട്ടിക്ക് തോന്നിയത് എന്റെ കുറ്റമാണോ? നിന്റെ അമ്മയെ ഇല്ലാതാക്കിയത് ഞാനാണെന്ന് എന്റെ പഴങ്കഥയുണ്ടല്ലോ, അതിന് പകരം വീട്ടിയതാണെന്ന് എനിക്കറിയാം. പക നിനക്ക് മാത്രമല്ല എനിക്കുണ്ട്. മറുപടി കിട്ടും, സൂക്ഷിച്ചോ. വാടോ. നീ അധികം വിളയണ്ട. ക്രഷറിൽ പാറ മാത്രല്ല എല്ലും പൊടിക്കും. മണൽ കടത്തി ഉണ്ടാക്കുന്ന കാശിന്റെ വെളച്ചിൽ എന്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ. എന്താടാ അനി കേറ്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ. നീ ചെവി നുള്ളിക്കോ, നിന്റെ നാശം തുടങ്ങി. നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു. എനി ഡൗട്ട്സ്? രാഷ്ട്രീയക്കാരന്റെ പ്രാണവായുവാണ് പ്രസംഗം. ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം. തള്ളില് KP സൂപ്പറാ. ആണോ? എന്നാ വരൂ, പെട്രോൾ വില വർധനയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എന്തിനെ കുറിച്ചാണ്? പെട്രോൾ. ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധനയെ കുറിച്ചാണ്. പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഓരോ ദിവസം പെട്രോളിന് വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താണത്? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന് വില കൂടുകയില്ലേ? ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ നേരത്തെ പെട്രോളിന് വില കൂടുകയില്ലേ? ഇതെന്താണിത്? ഇതിങ്ങനെയാണോ ഇത്? പെട്രോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? എന്താടാ ഇത്? എന്ത് പെട്രോളാണിത്? എന്ത്? അതെ, നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് അതിൻ്റെതായൊരു ശൈലിയുണ്ട്. എന്താ? ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കൂ, ഇരിക്കൂ. സോറി സഖാവേ, താങ്ക് യു. സഹകളെ, അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $63. നമ്മുടെ രാജ്യത്ത് നോക്കൂ, ഇവിടെ ലിറ്ററിന് വില 91 രൂപ 50 പൈസ. എണ്ണ കമ്പനികളുടെ കുത്തകയ്ക്ക് കൊടിപിടിക്കുകയാണ് കേന്ദ്രം.
അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ്. GDP വെറും 2%. ഭൂശ്വാസികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. വെള്ളമുണ്ട്. ദാഹിച്ചൊക്കെ പെട്ടെന്ന് ഒഴുകി. അല്ല സഖാവേ, ഈ ക്രൂഡ് ഓയിലിന്റെ വിലയൊക്കെ എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്ന് കിട്ടാൻ? വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ. റേഷൻ, കേന്ദ്ര സഹായം, GDP, ADGP എല്ലാം ഇങ്ങനെ തന്നെ. ഇതൊക്കെ വായി വന്നില്ലെങ്കിലോ? പതറരുത്. അതിനുള്ള ക്യാപ്സൂള് പാർട്ടി തരുന്നതാണ്. ന്യായീകരിച്ചോ? ഏറ്റു. അടുത്ത പോയിന്റിലേക്ക് വരാം. കാലോചിതമായ തിരുത്തൽ നമ്മുടെ വൊക്കാബുലറിയും വന്നു ചേർന്നിട്ടുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, വിത്തം, കഫം എന്നൊക്കെ പറഞ്ഞ പിള്ളേര് ട്രോളും. പകരം ഫാസിസം, ഭരണഘടന, അസഹിഷ്ണുത, ആർത്തവം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഹാഷ്ടാഗ് എന്നൊക്കെ മതി. വന്നട്ടെ കേട്ടോ. ചേട്ടാ കൂൾ ഡ്രിങ്ക്സ്. ഹാപ്പി മെരി നമസ്കാരം. ചേച്ചി നീ എന്തോടെ ഗിഫ്റ്റ് കൊടുത്തേ? നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ വരേ. ആഹാ കൊള്ളാലോ. കല്യാണം ഇഷ്ടായോ? ഞാൻ പറഞ്ഞില്ലേ അഞ്ജലി ചേച്ചി. സുരേഷ് വിളിച്ചായിരുന്നു ചേച്ചി? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ കുറെ ട്രൈ ചെയ്തു, പക്ഷെ എടുക്കുന്നില്ല. പരാതി വരട്ടെ. മെമ്പറെ എന്തായി വഴിയൊക്കെ? റബ്ബർ കൃഷി വല്ലതും തുടങ്ങിയോ? ഏയ് നിങ്ങളെ സുരേഷിനെ എങ്ങോട്ടാ മാറ്റിയേ? സോറി, അത് പറയാൻ പറ്റില്ല. പാർട്ടി രഹസ്യ. റബ്ബറിന്റെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. എത്ര ദിവസമായി മടുത്ത്. ഈ പഠിത്തവും എഴുത്തവും ശരിയാവത്തില്ല. ഒന്നും ചെയ്യണ്ടാത്ത നമ്മുടെ പാർട്ടി എന്തൊരു സ്വർഗം. KP, ഇത് നമ്മുടെ ലാസ്റ്റ് ഹോപ്പാ. കോപ്പാണ് ഈ ക്ലാസ്സും പരീക്ഷയും ഇമ്പോസിഷനും. ഞാൻ ഉസ്മാൻ കടുത്ത് പറഞ്ഞ് വിസോപ്പിച്ച് ഗൾഫിൽ പോവാ. അവിടെ ചെന്ന് മരുഭൂമി കളിച്ചാൽ പോലും ഇതിലും മനസ്സമാധാനം കിട്ടും. മെമ്പറായാലും ഫണ്ട് പിരിക്കാൻ ഗൾഫിൽ പോവാലോ. കൊള്ളാം. സോറി. കണ്ണ് തെറ്റിയതും നല്ല ഘോര മദ്യപാനത്തിനാണുള്ള സഹാക്കൾ. മ്ലേച്ഛം. ഇച്ചിരി പേടിക്കണ്ട, പാർട്ടി എതിരല്ല. ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം. സത്യം. സർക്കാരിന്റെ ഊർജവും. എന്നാ എനിക്കൊഴുക്കി ഒരു 50. കുപ്പിവെള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ്. ഇന്നു മുതൽ ഞാനും ടച്ചിങ്സ്. ലാൽ സലാം. അല്ല ടച്ച്. എന്തടിയാണല്ലേ? പിക്ചർ